നമസ്കാരം. 24 എല്ലാ പ്രേക്ഷകർക്കും ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആദ്യം ബജറ്റ് വാർത്തകളാണ്. പുതിയ നികുതി നിരക്കുകളൊന്നും പ്രഖ്യാപിക്കാതെ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാന ബജറ്റ്. ആദായ നികുതിയും പരോക്ഷ നികുതിയിലും നിലവിലുള്ള നിരക്കുകൾ തുടരും. വിലവർദ്ധനയ്ക്കോ വിലക്കുറവിനോ ഇട നൽകാത്തതാണ് ബജറ്റ്. വരുന്ന 5 വർഷം കൊണ്ട് വളർച്ചാ നിരക്കിൽ ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലെത്തും. 2047 ഇന്ത്യ വികസിത രാജ്യമാകും. Development programs were thus provisioned. In the last 10 years, however, have targeted each and every household and individual through housing for all, Har Ghar Jal, electricity for all, cooking gas for all, bank accounts and financial services for all in record time. കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇരട്ടിയാകും. വനിതകൾക്കുള്ള സാമൂഹിക ക്ഷേമ പദ്ധതികൾക്ക് ഇരട്ടി തുക വകയിരുത്തും. റെയിൽവേ മേഖലയിൽ 3 വൻകിട ഇടനാഴികൾ ധനമന്ത്രി പ്രഖ്യാപിച്ചു. ഈ കോറിഡോറുകൾ വഴിയാകും വികസനമെത്തുക. 40,000 റെയിൽ കോച്ചുകളെ വന്ദേ ഭാരതിനായി പരിവർത്തനം ചെയ്യും. വരാനിരിക്കുന്നത് വന്ദേ ഭാരത് ട്രെയിനുകളുടെ കാലമാണെന്ന് കൂടി പ്രഖ്യാപിക്കുകയായിരുന്നു ധനമന്ത്രി. 3 major economic railway corridor programs will be implemented. These are Energy, Mineral and Cement Corridor, number 2, Port Connectivity Corridors, and number 3, High Traffic Density Corridors. The projects have been identified under the PM Gati Shakti for enabling multimodal connectivity. They will improve logistics efficiency and reduce cost. The resultant decongestion of the high traffic corridors will also help in improving operations of passenger trains, resulting in safety and higher travel speed for passengers. Together with dedicated freight corridors, these 3 economic corridor programs will accelerate our GDP growth and reduce logistic costs. 1 കോടി വീടുകളിൽ കൂടി സോളാർ വൈദ്യുതി എത്തും. പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 2 കോടി പുതിയ വീടുകൾ വരും. 2014 മുൻപുണ്ടായിരുന്ന എല്ലാ ദൗർബല്യങ്ങളും രാജ്യം മറികടന്നുവെന്ന് പ്രഖ്യാപിക്കുന്ന ബജറ്റ് പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനം പുതിയ സർക്കാരിന് നൽകി അവസാനിപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി ആർ രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ആർക്കെ, തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കെ ഗംഭീര പ്രഖ്യാപനങ്ങളൊന്നുമല്ലാതെ തങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറാണ് എന്ന സൂചന നൽകുന്ന ഒരു ബജറ്റ്. ഈ ബജറ്റിൽ പുതിയ പ്രഖ്യാപനങ്ങൾ വളരെ അപൂർവമാണ്. പലതും പഴയ പദ്ധതികൾ, അത് തുടരുമെന്ന പ്രഖ്യാപനം മാത്രമായിരുന്നു. അപ്പോഴും നമ്മൾ ഈ വിഭവ സമാഹരണം എങ്ങനെയാണ്, കൂടുതൽ വിശദാംശങ്ങൾ വരട്ടെ എന്നൊക്കെ പറയുകയായിരുന്നു. ഇപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിശദാംശങ്ങൾ ലഭ്യമാണോ? കൂടുതലായി എന്തൊക്കെയാണ് പറയാനുള്ളത്? ഏതാണ്ട് പൂർണ്ണ വിവരങ്ങൾ വന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ക്രിസ്റ്റീന. ഇതിൽ സർക്കാരിൻ്റെ മൂലധന ചെലവ് GDP-യുടെ 3.4% ഏതാണ്ട് 11.1 ലക്ഷം കോടിയാക്കി ആണ് എന്നുള്ളതാണ്. അടുത്ത വർഷം മൊത്തം ഏതാണ്ട് 14.1 ലക്ഷം കോടി രൂപയുടെ കടം സർക്കാർ എടുക്കും. ഈ വർഷം GDP-യുടെ 5.9 ആയിരുന്നു ധനക്കമ്മി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അത് 5.8 പിടിച്ച് നിർത്താനായിട്ട് സാധിച്ചു. 2025-26 ഈ ധനക്കമ്മി 4.5% കുറയാനാണ് പോകുന്നത്. 2047 വികസിത ഭാരതം എന്നതാണ് ലക്ഷ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 25 കോടി ജനങ്ങൾക്ക് ഈ സർക്കാരിൻ്റെ കീഴിൽ ദാരിദ്ര്യമുക്തി നൽകി എന്ന ഒരു പ്രഖ്യാപനം ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. ഭക്ഷണത്തെക്കുറിച്ചുള്ള ആശങ്ക രാജ്യത്ത് ഇല്ലാതായി മാറി എന്ന് ധനമന്ത്രി ബഡ്ജറ്റ് പ്രസംഗത്തിൽ അറിയിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 5 വർഷം കൊണ്ട് 2 കോടി വീടുകൾ അനുവദിക്കും പുതുതായിട്ട് എന്നുള്ള ഒരു പ്രഖ്യാപനം ധനമന്ത്രിയുടേതായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഈ പുരപ്പുര സോളാർ പദ്ധതിയിലൂടെ 1 കോടി കുടുംബങ്ങൾക്ക് പ്രതിമാസം 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ധനമന്ത്രി നടത്തിയിരിക്കുന്നത്. ആയുഷ്മാൻ ഭാരതിന് കീഴിൽ ആരോഗ്യ പരിരക്ഷ ഇനി എല്ലാ ആശാ പ്രവർത്തകർക്കും ഒപ്പം അംഗൻവാടി പ്രവർത്തകർക്കും വർക്കർമാർ ഉൾപ്പെടെയുള്ളവർക്ക് അർഹതയുണ്ടാകും എന്ന പ്രഖ്യാപനവും ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഗതിശക്തിക്ക് കീഴിൽ നേരത്തെ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ 3 പ്രധാന സാമ്പത്തിക ഇടനാഴികൾ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. MSME-കളുടെ വളർച്ചയ്ക്ക് പുതിയ ആസ്പിറേഷണൽ
ചെക്കുകൾ പ്രഖ്യാപിക്കും എന്ന് ധനമന്ത്രി അറിയിച്ചു. ക്ഷീര കർഷകർക്ക് ക്ഷേമ പദ്ധതി പ്രഖ്യാപിച്ചു. മത്സ്യ സമ്പത്ത് വിപുലമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഏതാണ്ട് പുതിയ നികുതി നിർദ്ദേശങ്ങൾ ഇല്ലാതെയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കോർപ്പറേറ്റ് മേഖലയ്ക്ക് നികുതി ഇളവ് നൽകിയിട്ടുണ്ട്. അത് ആ മേഖലയ്ക്ക് ഗുണമാകുന്ന വിധത്തിലേക്ക് എത്തുകയും ചെയ്യും. 2010 മുൻപുള്ള ഇൻകം ടാക്സ് കേസുകൾ, അത് ഏതാണ്ട് 25,000-ഓളം കോടി രൂപയുടെ വരുന്ന കേസുകൾ, അവ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു എന്നുള്ള ഒരു പ്രഖ്യാപനവും ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. 2024 ജൂലൈയിൽ തങ്ങൾ പുതിയ ബഡ്ജറ്റ്, സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കും എന്ന പ്രഖ്യാപനവും ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. വനിതാക്ഷേമത്തിന്റെ കാര്യത്തിൽ ഈ ബഡ്ജറ്റ് വലിയ പ്രഖ്യാപനങ്ങൾ ഒന്നും അങ്ങനെ നടത്തിയെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ 28% സ്ത്രീകളുടെ പ്രാതിനിധ്യം അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലടക്കം ഉണ്ടാകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന പ്രഖ്യാപനം ഈ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് ഇടം പിടിച്ചിട്ടുണ്ട്. ഒപ്പം സാമൂഹ്യക്ഷേമ പദ്ധതികൾ വനിതകൾക്ക് അനുകൂലമായി ഉണ്ടായി എന്ന് പറഞ്ഞു. 4 വിഭാഗങ്ങൾക്കാണ് പ്രധാനമായിട്ടും ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. അത് രാജ്യത്തെ ദരിദ്രരായിട്ടുള്ളവർ, കർഷകരായിട്ടുള്ളവർ, വനിതകളായിട്ടുള്ളവർ, യുവാക്കളായിട്ടുള്ളവർ, ഈ 4 വിഭാഗത്തിനും അവരുടെ ക്ഷേമത്തിനും അവരുടെ ഉന്നതിക്കും സാമ്പത്തിക അഭിവൃദ്ധിക്കും വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത് എന്നാണ് ധനമന്ത്രി പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ധനമന്ത്രിയുടെ ബഡ്ജറ്റ് പ്രസംഗം, 6ാമത്തെ ബഡ്ജറ്റ് പ്രസംഗമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. അത് 58 മിനിറ്റ് ദൈർഘ്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ബഡ്ജറ്റ് പ്രസംഗം പൂർത്തിയാക്കിയ ധനമന്ത്രി നിർമ്മല സീതാരാമനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. വരുന്ന കാലത്തിന്റെ ദിശാസൂചിക എങ്ങനെയായിരിക്കും എന്ന് വ്യക്തമാക്കുന്നതാണ് ധനമന്ത്രിയുടെ പ്രസംഗം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഈ സർക്കാരിന്റെ കീഴിൽ രാജ്യം വലിയ രീതിയിൽ അഭിവൃദ്ധിപ്പെടുകയാണ്. അത് വ്യക്തമാക്കുന്നത് കൂടിയാണ് ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ പ്രഖ്യാപനങ്ങൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാടായിട്ട് വന്നിരിക്കുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികളെയൊക്കെ സംബന്ധിച്ച് അവരുടെ ഭാഗത്തു നിന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായമാണ് ഉള്ളത്. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പുലർത്തിയ ഒരു സമീപനം പല കോണുകളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോഴും ഈ ബഡ്ജറ്റ് തങ്ങളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഓട്ടോ ഓൺ അക്കൗണ്ട് ആണെങ്കിൽ പോലും ഒരു ഇടക്കാല ബഡ്ജറ്റിന്റെ സ്വഭാവം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് സജ്ജമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. ക്രിസ്റ്റീന, ആർക്കെ മുൻപ് ഞാൻ ഈ കേരളത്തിലെ ചില പ്രതീക്ഷകൾ ചോദിച്ചിരുന്നു. അതായത് റബ്ബർ കർഷകരുടെ ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ, അതുപോലെ നെല്ല് സംഭരണം, റബ്ബറിന് താങ്ങുവില. അപ്പോൾ അത് ആർക്കെ എന്നോട് പറഞ്ഞത് കൂടുതൽ വിശദാംശങ്ങൾ അറിവായിട്ട് പറയാമെന്നാണ്. അതിനുപരിയായി ഈ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വായ്പകൾ, അതൊന്ന് ഈ ടൂറിസം മേഖലയിൽ പലിശരഹിത വായ്പ കൊടുക്കുന്നു, മറ്റൊന്ന് വികസിത ഭാരതത്തിന്റെ ഭാഗമായിട്ട്, അത് മുൻപ് തന്നെ ഉണ്ടായിരുന്നതാണ്, 75,000 കോടി മാറ്റിവെച്ചിരിക്കുന്നു, 50 വർഷത്തേക്ക് ദീർഘകാല പലിശരഹിത വായ്പ എന്നൊരു പ്രഖ്യാപനമുണ്ട്. ഇത് കേരളത്തിന് ഉപയോഗപ്പെടുത്താവുന്ന കാര്യമല്ലേ? മറ്റൊന്ന്, സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാനായി ഒരു കമ്മിറ്റി, ജനസംഖ്യ പഠനമൊക്കെ നടത്താൻ ഒരു കമ്മിറ്റിയെക്കുറിച്ച് ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ടല്ലോ. മാത്രവുമല്ല, ബജറ്റിന് മുൻപും ശേഷവും, 2014 മുൻപും ശേഷവുമുള്ള സാമ്പത്തിക രംഗത്തെക്കുറിച്ചൊരു ധവളപത്രം, ഒരു വൈറ്റ് പേപ്പർ കൂടി വെക്കും എന്ന് ധനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടുമാണ് ക്രിസ്റ്റീന. ഇതിൽ കേരളവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്ന് തുടങ്ങിയിട്ടില്ല. റെയിൽ മേഖലയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അല്പസമയം മുമ്പ് റെയിൽ മന്ത്രി മന്ത്രാലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് നൽകാൻ സാധിക്കും. അദ്ദേഹം അവകാശപ്പെട്ടത് UPA സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായതിനേക്കാൾ പല മടങ്ങ് വർധനവ് ഈ റെയിൽ മേഖലയിൽ സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സമാനമായിട്ടുള്ള സ്ഥിതിവിവരമായിരിക്കും ഒരുപക്ഷെ മറ്റ് മന്ത്രാലയങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. അത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ റബ്ബർ കർഷകരുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ റബ്ബർ ബോർഡിന് ഇത്തവണ എത്ര കോടി മാറ്റിവെക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളായിരിക്കും. അതൊക്കെ ഒരുപക്ഷെ അല്പസമയത്തിനകം നമുക്ക് പൂർണ്ണ വിവരം നൽകാനായിട്ട് സാധിക്കും. ഈ പ്രഖ്യാപനങ്ങൾ വന്നതിന് ശേഷം, അഥവാ സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റ് നിലപാട് വന്നതിന് ശേഷം, അതിലേറ്റവും പ്രധാനപ്പെട്ട ധനക്കമ്മിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ഒരുപക്ഷെ ധനക്കമ്മി പിടിച്ചു നിർത്താൻ സാധിച്ചു, അഥവാ ലക്ഷ്യമിട്ട 5.9 നിന്നും 5.8 കുറയ്ക്കാനായിട്ട് സാധിച്ചു. ഇനി അത് 5.1 ഈ വർഷം മാറും. പിന്നീട് 4.5 കൊണ്ടുവരാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് നമ്മുടെ രൂപയ്ക്ക് കരുത്തായി എന്ന് വേണം ഈ ഘട്ടത്തിൽ കരുതാൻ. ഡോളറിന് മേൽ രൂപ കരുത്താർജിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഏതായാലും അത് നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. പക്ഷേ മറുവശത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായിട്ട് വിപണി ചാഞ്ചാട്ടത്തിലാണ് എന്നുള്ളത് ഇന്നത്തെ
ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട്, അഥവാ ധനമന്ത്രിയുടെ പ്രഖ്യാപനം വിപണിക്ക് അത്ര വലിയ ആത്മവിശ്വാസം നൽകുന്നതാണോ എന്ന ചോദ്യം ഉയർത്തുന്നതായിരിക്കും. ഈ സാമൂഹികക്ഷേമ മേഖലയിലടക്കം നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ വിപണിയിൽ കൂടുതൽ പണമെത്തും എന്ന് വന്ന് കഴിഞ്ഞാൽ അത് വിപണിയിൽ അതിൻ്റെ ഒരു ഉത്സാഹം കാണേണ്ടതാണ്. ഒപ്പം ഈ കോർപ്പറേറ്റ് നികുതിയുടെ ഒരു കുറവ് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിശ്ചയമായിട്ടും അത് ദൃശ്യമാകേണ്ടതാണ്. പക്ഷെ അത് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നിലവിലുള്ള സാഹചര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥ അത് വരുന്ന ഏതാനും മാസങ്ങളിലേക്കുള്ള ചിലവുകൾ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലായിരുന്നു. പ്രഖ്യാപനങ്ങൾ ഇനി അനുബന്ധമായി അവതരിപ്പിക്കുന്ന, അഥവാ 2024 അധികാരത്തിലെത്താൻ സാധിച്ചാൽ അങ്ങനെ എത്താൻ സാധിക്കുന്ന ഘട്ടത്തിൽ അവതരിപ്പിക്കാം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ ഉള്ളത് എന്നുള്ളത് നമുക്ക് ആ പ്രഖ്യാപനത്തിന്റെ ഈ മാറ്റിവെക്കൽ കണക്കുകളൊക്കെ താരതമ്യം ചെയ്താൽ ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമേ ഉള്ളൂ. രാജ്യത്തെ സംബന്ധിച്ച് ധനക്കമ്മി കുറയാൻ പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ ഈ സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. പക്ഷേ അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള സ്ഥിതിവിവരക്കണക്കുകൾ എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വ്യക്തത കൂടി ഒരുപക്ഷെ ഈ സാമ്പത്തിക സർവേ പുറത്തില്ലാത്ത സാഹചര്യത്തിൽ, അഥവാ ഈ വർഷം പ്രസിദ്ധീകരിക്കാത്ത സാഹചര്യത്തിൽ നമുക്ക് നടത്താൻ നിർവാഹമില്ല. പ്രത്യേകിച്ച് ഈ തൊഴിൽ നഷ്ടം അടക്കം, അഥവാ തൊഴിൽ ലഭ്യത കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ആ മേഖലയിൽ എങ്ങനെയാണ് ഈ സ്ഥിതിവിവരം ഉള്ളത് എന്നൊരു സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് അപഗ്രഥിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ കാർഷിക മേഖലയിലടക്കം വലിയ ഗുണം ഉണ്ടാക്കി, അഥവാ മികച്ച വിളവാണ് എന്ന് പറയുമ്പോൾ അത് കാലാവസ്ഥയുടെ ഒരു അനുകൂല ഘടകത്തിന്റെ മാത്രം പിൻബലത്തിലാണ്, അഥവാ നാനോ ടെക്നോളജി അടക്കം കൊണ്ടുവരും. അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള വിഭവ വിനിയോഗം നടത്തും എന്ന് സർക്കാർ പറയുമ്പോൾ വരും വർഷങ്ങളായിരിക്കും അതിൻ്റെ ഫലവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ വ്യക്തമാക്കാനായിട്ട് പോകുന്നത്. അല്ലാതെ സർക്കാരിനെ സംബന്ധിച്ച് ഇപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് സ്വീകരിച്ച ഏതെങ്കിലും പ്രത്യേക നടപടികളുടെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കർഷകരുടെ ഏറ്റവും വലിയ പരാതികളിൽ ഒന്നായിരുന്നു ഫസൽ ബീമാ യോജന എന്ന പേരിൽ അവതരിപ്പിച്ച ഇൻഷുറൻസ് പദ്ധതി. പക്ഷേ ആ ഇൻഷുറൻസ് പദ്ധതിയെ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കും, അഥവാ പരാതി വിമുക്തമാക്കും എന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിന് പറ്റുന്ന കാര്യമായ പ്രഖ്യാപനങ്ങൾ, പുതിയ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെയാണ് ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചത്. അതിൽ ഒരു ഫിഷറീസ് വകുപ്പ് വരുന്നു എന്നൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 2014 മുൻപും ശേഷവുമുള്ള ഇന്ത്യ, NDA സർക്കാർ വരുന്നതിനും NDA സർക്കാർ ഈ 10 വർഷത്തെ സർക്കാർ വന്നതിന് ശേഷവുമുള്ള ഇന്ത്യ, അതിലൊരു ധവളപത്രം, ഒരു വൈറ്റ് പേപ്പർ പാർലമെന്റിന് മുന്നിൽ വെക്കും എന്ന് ധനമന്ത്രി പറഞ്ഞു. മാത്രവുമല്ല, ഈ ജനസംഖ്യ വളർച്ചയെക്കുറിച്ചും അതേപോലെ തന്നെ സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചും പഠിക്കാൻ ഒരു കമ്മിറ്റി കൂടെ വെക്കുമെന്നൊരു പ്രഖ്യാപനവും ബജറ്റിനൊടുവിൽ ധനമന്ത്രി പറയുകയുണ്ടായി. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന്. ഇടക്കാല ബജറ്റിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ചരിത്രപരമായ ബജറ്റെന്ന് നരേന്ദ്രമോദി. കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നീ വിഭാഗങ്ങളെ ശാക്തീകരിക്കുന്ന ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മല സീതാരാമനെയും ടീമിനെയും അഭിനന്ദിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ये बजट इंक्लूसिव और इनोवेटिव बजट है. इस बजट में कंटिन्यूटी का कॉन्फिडेंस है. ये बजट विकसित भारत के 4 स्तंभ युवा, गरीब, महिला और किसान सभी को एम्पावर करेगा. निर्मला जी का ये बजट देश के भविष्य के निर्माण का बजट है. इस बजट में 2047 के विकसित भारत की नींव को मजबूत करने की गारंटी है. പലിശരഹിത വായ്പ തുടരുമെന്ന പ്രഖ്യാപനം കടക്കെണിയിൽ മുങ്ങിയ കേരളത്തിന് ആശ്വാസമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന ബജറ്റെന്നും വി മുരളീധരൻ പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയ്ക്ക് ദിശാബോധമേകുന്ന ബജറ്റാണ് ഇന്ന് ബഹുമാന്യയായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ബജറ്റാണിത്. കാരണം കേരളം കടക്കടിയിൽ മുങ്ങി നിൽക്കുന്നു, കേരളത്തിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് എന്നൊക്കെയുള്ള സാഹചര്യത്തിൽ കേരളത്തിന് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ തുടരും എന്നുള്ള പ്രഖ്യാപനം കേരളത്തിന് പ്രയോജനപ്രദമാകുന്നതാണ്.
ബജറ്റിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം പ്രഖ്യാപനങ്ങളെന്ന് ആന്റണി എം പി. കൂടുതൽ കള്ളം പറയാൻ അറിയാത്തതുകൊണ്ട് ബജറ്റ് കുറഞ്ഞ സമയത്തിൽ അവസാനിപ്പിച്ചു. സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളൊന്നുമില്ലെന്നും ആന്റണി പറഞ്ഞു. നിരാശാജനകമായ ഒരു ബഡ്ജറ്റ് പ്രസംഗമാണ്. ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ വേദി ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തി എന്നുള്ളതല്ലാതെ, കുറേയേറെ അസത്യങ്ങളും പറഞ്ഞു എന്നുള്ളതല്ലാതെ ഒന്നും ആശാഹമായി ഈ ബഡ്ജറ്റ് പ്രസംഗത്തിലില്ല. ഇന്ത്യയിലെ 140 കോടി ജനങ്ങളിൽ ബഹുഭൂരിപക്ഷം വരുന്ന 90% വരുന്നത് സാധാരണക്കാരും കൃഷിക്കാരും പാവപ്പെട്ടവരുമാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ഇന്ത്യ 10-20 വൻകിടക്കാരുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. യാതൊരു യാഥാർത്ഥ്യബോധവുമില്ല. കേരളത്തിലെ റെയിൽവേ വികസനത്തിനായി കേന്ദ്ര സർക്കാർ 2744 കോടി രൂപ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. സംസ്ഥാനത്ത് 100% വൈദ്യുതീകരണം നടപ്പാക്കി. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് നല്ല നീക്കിയിരുപ്പുണ്ടെന്നും യാതൊരു രാഷ്ട്രീയ പക്ഷപാതവും ഉണ്ടായിട്ടില്ലെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ ബജറ്റ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ ധനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു വോട്ട് ഓൺ അക്കൗണ്ട് ആയിരിക്കും, ഗംഭീരമായ പ്രഖ്യാപനങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന്. അതേപോലെ തന്നെ അത് ഉപോത്ബലകമായ ഒരു ബജറ്റാണ് എന്ന് പ്രഖ്യാപിച്ചത്. ചില ദിശാസൂചകങ്ങൾ മാത്രം, മാർഗരേഖകൾ മാത്രമാണ് ബജറ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ വിമർശനം ഇപ്പോൾ വന്നിരിക്കുന്നു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. ഇത് കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ബജറ്റാണെന്ന ഒരു വിമർശനം വന്നു. എന്നാൽ കേരളത്തിനെ ഏറെ സഹായിക്കുന്ന ഈ പലിശരഹിത വായ്പയൊക്കെ കേരളത്തെ ഏറെ സഹായിക്കുമെന്ന് വി മുരളീധരൻ കേന്ദ്രമന്ത്രി പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ ഈ സംസ്ഥാനത്തിന് 2744 കോടി രൂപയുടെ റെയിൽ വികസന പദ്ധതി വരുന്നുവെന്ന് റെയിൽ മന്ത്രി പറയുന്നു. മുൻപ് തന്നെ പ്രഖ്യാപിച്ച 60ഓളം വന്ദേ ഭാരതികളിൽ ചിലതൊക്കെ കേരളത്തിന് കിട്ടുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, കേരളത്തിനുള്ള റെയിൽവേ നീക്കിയിരിപ്പ് സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനായി വിളിച്ച വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി അറിയിച്ചിരിക്കുന്ന പ്രധാന കാര്യം എന്നുള്ളത് കേരളത്തിന്റെ സിൽവർ ലൈൻ പദ്ധതി നിലവിൽ കേരളത്തിന് താല്പര്യം ഉള്ളതായി കാണുന്നില്ല എന്നുള്ളതാണ്. സിൽവർ ലൈനിൽ നിലവിലെ അതിന്റെ സാഹചര്യം എന്താണ്, റെയിൽവേയുടെ നിലപാട് എന്താണ് എന്ന ചോദ്യത്തോടുള്ള പ്രതികരണത്തിലാണ് നിലവിൽ കേരളത്തിന് ആ പദ്ധതിയിൽ താല്പര്യമുള്ളതായി കാണുന്നില്ല എന്ന് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ പദ്ധതി ഉപേക്ഷിച്ചോ എന്ന് വ്യക്തമാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. കേരളത്തിനുള്ള ഹൈവേ സ്പീഡ് റെയിൽവേ പദ്ധതികൾ സംബന്ധിച്ച് ഉള്ള ചോദ്യത്തോട് അദ്ദേഹം ട്രാക്കിലെ വളവുകൾ നിവർത്താൻ കഴിഞ്ഞാൽ തന്നെ വന്ദേ ഭാരത് പൂർണ്ണ വേഗതയിൽ സർവീസ് നടത്താൻ കേരളത്തിൽ കഴിയും എന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെ UPA സർക്കാരിന്റെ കാലത്തേക്കാൾ 7 ഇരട്ടി അധികം ഫണ്ട് കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി അനുവദിച്ചിട്ടുണ്ട് ഇന്നത്തെ പൊതു ബജറ്റിൽ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിന്റെ വികസനത്തിന്, റെയിൽവേ വികസനത്തിന് നല്ല നീക്കിയിരിപ്പ് ഉണ്ട്. 10 വർഷത്തിനുള്ളിൽ ഒട്ടേറെ വികസന പദ്ധതികൾ, മേൽപ്പാലങ്ങളും ട്രാക്കുകളും ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കി. 34 റെയിൽവേ സ്റ്റേഷനുകൾ കൂടി നവീകരിക്കുന്നതിനുള്ള പാതയിലാണ്. അതിന് മാതൃകാപരമായ കേരളത്തിന്റെ സാംസ്കാരിക സാഹചര്യങ്ങൾ കൂടി അനുസരിച്ചുള്ള ഡിസൈനുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നും കേരളത്തിൽ 100% വൈദ്യുതീകരണം റെയിൽവേ ട്രാക്കുകളിൽ നടപ്പാക്കി എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ വന്ദേ ഭാരത് പുതിയ ട്രെയിനുകൾ ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അടുത്ത വർഷങ്ങളിൽ പുതിയ ട്രെയിനുകൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം വിശദീകരിച്ചു. അടുത്ത കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ റെയിൽവേ പൂർണ്ണമായും പരിഷ്കരിക്കപ്പെടുമെന്നും എന്നുമാണ് അദ്ദേഹം വിശദീകരിച്ചത്. എന്നാൽ കേരളത്തിന്റെ റെയിൽവേ വികസനത്തിനായി സംസ്ഥാനത്തിന്റെ കൂടുതൽ പിന്തുണ ആവശ്യമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ തവണ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ അദ്ദേഹം സംസ്ഥാനത്തിന്റെ സഹകരണം സംബന്ധിച്ചുള്ള വിമർശനം ഉന്നയിച്ചിരുന്നു. ആ സാഹചര്യം മെച്ചപ്പെട്ടോ എന്ന ചോദ്യത്തോടാണ് കൂടുതൽ സഹകരണം സംസ്ഥാനത്തിൻ്റെത് ആവശ്യമുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. പൊതുബജറ്റുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഈ വഞ്ചനാപരമായ ഒരു പൊതുബജറ്റാണ് എന്നും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനപ്രിയം പദ്ധതികൾ പ്രഖ്യാപിച്ചേക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ഉണ്ടായില്ല പൊതുബജറ്റിൽ എന്നുമുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ബജറ്റ്, കർഷകർക്ക് ആയുള്ള ഒന്നും ബജറ്റിലില്ല. സാധാരണക്കാർക്ക് വേണ്ടി യാതൊരു തരത്തിലുള്ള പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കൂടാതെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ചു ബജറ്റിൽ നിരാശാജനകമായ
പ്രതികരണമാണ് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ഈ ബജറ്റ് ഒരു അടുത്ത സർക്കാർ അധികാരത്തിലെത്തുന്നത് വരെയുള്ള ഒരു ഭരണഘടനാപരമായ ഒരു കടമ മാത്രമാണ് ഈ താൽക്കാലിക ബജറ്റ് എന്നും അതിൽ കൂടുതലായി ഒന്നും ബജറ്റിൽ തെരഞ്ഞെടുപ്പ് കാലം ആയിട്ട് പോലും ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല എന്നുമുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. വാർത്തകൾ തുടരുന്നു. വയനാട് മുത്തങ്ങയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്ന് യാത്രക്കാർ തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ദൃശ്യം പുറത്ത്. ഇതുവഴി യാത്ര ചെയ്തിരുന്ന ആലപ്പുഴ കണ്ണോത്തുമല സ്വദേശി സവാദാണ് ദൃശ്യം പകർത്തിയത്. 2 യാത്രക്കാരെ കാട്ടാന ഓടിക്കുന്നതാണ് ദൃശ്യം. വനപാതയിൽ പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം അവഗണിച്ചാണ് ആളുകൾ മൃഗങ്ങളെ കാണാൻ വാഹനങ്ങളിൽ നിന്ന് ഇറങ്ങുന്നത്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, അത്യന്തം ഭീതിജനകമായ ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് ഈ വനപാതയിലൂടെയൊക്കെ പോകുമ്പോൾ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. ആ സമയത്ത് പുറത്തിറങ്ങരുത്, വന്യമൃഗങ്ങളുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന്. അത് ലംഘിച്ചാണ് ഇവർ പുറത്തിറങ്ങിയതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ സംഭവിച്ചത് എന്താണ്? സവാദ് എന്താണ് പറയുന്നത്? ക്രിസ്റ്റീന, ഈ സവാദ് ഖത്തറിൽ നിന്ന് നാട്ടിലേക്ക് ലീവിന് വന്നതാണ്. അദ്ദേഹം കുടുംബത്തോടൊപ്പം മുത്തങ്ങ വഴി മസനഗുഡി റൂട്ടിലൂടെ ഊട്ടിയിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ വനപാതയിൽ ഈ ഒരു സംഭവത്തിന് സാക്ഷിയായത്. അതായത് 2 പേർ കാറിൽ നിന്ന്, മൊത്തം 3 പേരാണ് കാറിലുണ്ടായിരുന്നത്. 2 പേർ ഇറങ്ങിയ ശേഷം ആനയുടെ 3 ആനകളാണ്, ഒരു കുട്ടിയാനയടക്കം 3 ആനകളാണ് റോഡിന്റെ ഒരു ഭാഗത്തായി ഉണ്ടായിരുന്നത്. ഇത് ദേശീയപാതയാണ്. ദേശീയപാത 766 കോഴിക്കോട് കൊല്ലകൽ പാത കടന്നു പോകുന്ന ബന്ദിപ്പൂർ വനമേഖലയിലൂടെ കടന്നു പോകുന്ന പ്രദേശമാണ്. ഈ പ്രദേശത്തിന്റെ ഒരു ഭാഗത്ത് ആനകൾ നിൽപ്പുണ്ടായിരുന്നു. ഈ ആനകളുടെ ചിത്രം എടുക്കാൻ വേണ്ടി പോയതാണ്. അത് നടന്നാണ് പോയത്. നടന്നു പോയ ഉടൻ തന്നെ അതിൽ ഒരു പിടിയാന ഇവരെ ഓടിക്കുകയാണ് ആ ദൃശ്യത്തിലുള്ളത്. ഒരു ലോറി, അതിനിടയിൽ ഒരാൾ കാൽ തട്ടി നിലത്ത് വീഴുന്നുണ്ട്. ഒരു ലോറി എടുത്തതുകൊണ്ട് മാത്രമാണ് ആ ആനയുടെ ശ്രദ്ധ തിരിയുകയും 2 തവണ ആന ചവിട്ടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഭാഗ്യം കൊണ്ട് അയാൾ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒഴിഞ്ഞു മാറുകയാണ്. ലോറി എടുത്തതുകൊണ്ട് ശ്രദ്ധ തിരിഞ്ഞു. അതിനെ തുടർന്നാണ് ഈ ആന പിന്തിരിഞ്ഞ് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. സവാദ് പറയുന്നത് ഇത് ആളുകളൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു അനുസരിക്കുന്ന സ്വഭാവം കാണിക്കുന്നില്ല എന്നുള്ളതാണ്. യാത്രയിലുടനീളം ആളുകൾ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നു. ഇങ്ങനെ അപകടകരമായ രീതിയിൽ ഇറങ്ങി ദൃശ്യങ്ങൾ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് പറയുന്നത്. ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയിലാണ് ഇത്തരത്തിൽ ദൃശ്യം പകർത്തിയ ശേഷം താൻ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തത്. അതുവഴി കുറച്ചുപേരെങ്കിലും കണ്ടാൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയും എന്നുള്ള തരത്തിലാണ് സവാദ് നിലപാട് പങ്കുവെക്കുന്നത്. എന്തായാലും ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിനിടയിൽ ആന ആക്രമിക്കാൻ വന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഈ ദൃശ്യം കണ്ടിട്ടുണ്ട്. അവരെന്തായാലും സ്വാഭാവികമായി അന്വേഷിക്കുന്നുണ്ട്. നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ നമ്പർ പരിശോധിക്കുമ്പോൾ അത് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനുള്ള നമ്പറാണ്. ഒരുപക്ഷെ ആന്ധ്രാപ്രദേശിലെ യാത്രക്കാരായിരിക്കാം. ഇവർ മൈസൂർ ഭാഗത്തേക്ക് ആണ് പോയിരുന്നത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത വേണം എന്നുള്ള സന്ദേശം എന്നുള്ള നിലയിലാണ് താൻ ദൃശ്യം പകർത്തി പുറത്തുവിട്ടത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് സവാദും പങ്കുവെക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സുർജിത്ത് അയ്യപ്പത്താണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ കമ്പനിക്കെതിരായ SFIO അന്വേഷണം സർക്കാരിനെ പ്രതിരോധത്തിലാക്കും. വ്യവസായ വകുപ്പിന് കീഴിലുള്ള KSIDCയും അന്വേഷണ പരിധിയിലുണ്ട്. അന്വേഷണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൂടുതൽ മറുപടി പറയാതെ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒഴിഞ്ഞുമാറി. അന്വേഷണം കോടതി വിധിക്കെതിരെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കോടതിയുടെ പരിഗണനയിലുള്ള കേസിൽ കോടതിയുടെ അനുമതിയില്ലാതെ എങ്ങനെയാണ് അന്വേഷണം നടത്തുകയെന്നും വിമർശനം. ഉത്തരവ് കോടതിയോടുള്ളൊരു വെല്ലുവിളിയാണ്. കേന്ദ്ര ഏജൻസികൾ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതിൻ്റെ പരിഹാസ്യമായിട്ടുള്ള ഒരു തെളിവാണിപ്പോൾ കാണുന്നത്. കോടതിയുടെ പരിഗണനയിലുള്ള ഒരു കേസിൽ മുൻകൂട്ടി കോടതിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ എങ്ങനെയാണ് ഒരു 6 അംഗ ടീമിനെ വെച്ച് അത് 8 മാസം കാലാവധി കൊടുക്കുക? ഒരു മനുഷ്യനെ, ഒരു കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക്കുണ്ട്. സലീം, ഇത്തരത്തിലൊരു അന്വേഷണം, ആ അന്വേഷണം എത്രത്തോളം സർക്കാരിനും വീണ വിജയനും നിർണായകമാണ്? മറ്റൊന്ന്, AK ബാലൻ പ്രതിരോധവുമായി എത്തിയിട്ടുണ്ടല്ലോ.
ക്രിസ്റ്റീന, എക്സാലോജിക്കിനെതിരായ അന്വേഷണം അത് SFIO ഏറ്റെടുക്കും എന്നുള്ളത് അത് സർക്കാർ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം ഇതിനെ ഒരു രാഷ്ട്രീയ വേട്ട എന്ന നിലയിൽ മാത്രം പ്രതിരോധിക്കാൻ CPIM-നോ സർക്കാരിനോ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിന് കാരണം എക്സാലോജിക്കിനെതിരായ ROC റിപ്പോർട്ടിലുണ്ടായ ഗുരുതര പരാമർശങ്ങൾ തന്നെയാണ്. പല രേഖകളും ആവശ്യപ്പെട്ടിട്ടും ആ രേഖകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതായിരുന്നു ROC റിപ്പോർട്ട്. GST അടച്ച രേഖ മാത്രമായിരുന്നു ഹാജരാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ തുടരന്വേഷണത്തിന് തടസ്സമില്ല എന്നുള്ളൊരു വാദം ഉയർത്തിയിരുന്നു. മാത്രമല്ല ഹൈക്കോടതി തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അതല്ലെങ്കിൽ SFIOയുടെ അന്വേഷണം നടത്തുന്നതിലും തെറ്റില്ല എന്നുള്ളൊരു പ്രസ്താവന നടത്തിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ കേസിൽ SFIO അന്വേഷണം ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ആ ദിവസത്തിന് കൂടി ഒരു പ്രത്യേകതയുണ്ട്. അതാണ് CPIM രാഷ്ട്രീയ ആയുധമായി ഉയർത്തുന്നത്. കാരണം ഈ കേസ് SFIO ഏറ്റെടുക്കണം എന്നുള്ളത് കേസിലെ എക്സാലോജിക്കിനെതിരായ കേസിലെ പരാതിക്കാരനായ ഷോൺ ജോർജിന്റെ ആവശ്യമായിരുന്നു. ഷോൺ ജോർജിന്റെ പിതാവ് PC ജോർജ് BJP-യിൽ ചേർന്ന അതേ ദിവസമാണ് SFIO അന്വേഷണം ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നിലയിൽ ഒരു രാഷ്ട്രീയ പ്രതിരോധം CPIM തീർക്കുന്നുണ്ട്. അതേസമയം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാവട്ടെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. CBI വന്നാലും പ്രശ്നമില്ല എന്നുള്ള ഒറ്റവരി മറുപടിയിൽ അത് നിർത്തുകയാണ് ചെയ്തത്. എന്തായാലും 8 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് SFIOയ്ക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. 6 അംഗ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് ഇത് അന്വേഷിക്കുന്നത്. പ്രത്യേകിച്ചും എക്സാലോജിക്കും ഒപ്പം CMR-ലും തമ്മിലുള്ള ഇടപാട് അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനാണ് എന്ത് സേവനത്തിനാണ് പണം നൽകിയത് എന്നുള്ളത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സലീം മാലിക്കാണ്. ഭൂമി അഴിമതി കേസിൽ ED അറസ്റ്റ് ചെയ്ത ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നൽകിയ ജാമ്യ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കും. അറസ്റ്റിലായ ഹേമന്ത് സോറനെ റാഞ്ചി കോടതിയിൽ ഹാജരാക്കി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം ഇന്നലെ രാത്രിയോടെയാണ് ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്തത്. വിശദാംശങ്ങളുമായി അച്യുതൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, നാളെ ഹേമന്ത് സോറന്റെ ജാമ്യ ഹർജി പരിഗണിക്കും. അതേസമയം തന്നെ നിയുക്ത മുഖ്യമന്ത്രി ചാമ്പായി സോറൻ ഇന്ന് വൈകിട്ട് ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന വാർത്തകളും വരുന്നുണ്ടല്ലോ. ക്രിസ്റ്റീന, നീണ്ട 7 മണിക്കൂർ ചോദ്യം ചെയ്യലൊടുവിലായിരുന്നു ഇന്നലെ ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED അറസ്റ്റ് ചെയ്യുന്നത്. തുടർന്ന് ഇന്നിപ്പോൾ റാഞ്ചിയിലെ പ്രത്യേക കോടതിയിൽ അദ്ദേഹത്തെ എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം കോടതി EDയുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ചുകൊണ്ട് അതിൽ എത്ര ദിവസമാണോ ED തേടുന്നത് അതനുസരിച്ചുകൊണ്ടുള്ള ഒരു കോടതി ഇതിലൊരു തീരുമാനം അറിയിക്കും. ഒപ്പം തന്നെ ഈ ചമ്പൈ സോറനെ മുഖ്യമന്ത്രിയാക്കുന്നതിലേക്ക് നിയമസഭാ കക്ഷിയോഗം തീരുമാനമെടുത്തിരുന്നുവെങ്കിലും ഗവർണർ അതിനുള്ള ക്ഷണം ഇതുവരെ നൽകിയിട്ടില്ല. അപ്പോൾ അത്തരമൊരു അനിശ്ചിതത്വം തുടരുന്നുണ്ട്. അതിനിടയിലായിരുന്നു ചമ്പൈ സോറൻ ഇന്ന് ഗവർണറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയത്. നിലവിൽ ഇപ്പോൾ 5:30 ഗവർണർ അനുവദിച്ചു നൽകിയിരിക്കുന്ന സമയം. വൈകിട്ട് 5:30 രാജ്ഭവനിലെത്തി ചമ്പൈ സോറൻ ഈ ഗവർണറുമായി ഈ വിഷയത്തിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഗവർണർ നൽകിയിരിക്കുന്ന ഒരു വിശദീകരണം എന്നത് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് ഇതിൽ വേണ്ട നടപടികൾ കൈക്കൊള്ളാമെന്നുള്ളതാണ്. പക്ഷേ പല നീക്കങ്ങൾ BJP-യുടെ ഭാഗത്തു നിന്നും ഈ നടക്കുന്നതായുള്ള അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ ഭരണകക്ഷിയിലെ MLA-മാരെ ഒപ്പം നിർത്തുവാനുള്ള നീക്കങ്ങൾ BJP-യും ഒരു ഭാഗത്ത് നടത്തുന്നതായുള്ള അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ ചമ്പൈ സോറൻ ഈ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി ഒരുങ്ങുന്നത്. എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾ ഇപ്പോൾ ജാർഖണ്ഡ് കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകിയത് അച്യുതനാണ്. നിയുക്ത ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സോറൻ 5:30 ഗവർണറെ കാണും. ആലത്തൂരിൽ അഭിഭാഷകനെതിരെ SI അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ പോലീസിനെതിരെ വിമർശനവുമായി ഹൈക്കോടതി. ആരോപണ വിധേയനായ SIക്ക് പ്രൊമോഷൻ നൽകി CI ആക്കിയെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. അധികാരമുള്ള ഒരാളോട് ഈ SI ഇങ്ങനെ പെരുമാറുമോ എന്ന് കോടതി. ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ഗൗരവത്തോടെ എടുക്കുന്നില്ലെന്ന് DGP-യോട് കോടതി ചോദിച്ചു. പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കാൻ എത്ര സർക്കുലർ ഇറക്കിയെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. വിവരങ്ങളുമായി ചേരുന്നത് കൊച്ചിയിൽ നിന്ന് ശ്രീകാന്താണ്. ശ്രീകാന്ത്, അതിരൂക്ഷ വിമർശനമാണ് DGP-യോട് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. എത്ര സർക്കുലർ ഇറക്കിയിട്ടും ഈ പോലീസുകാരുടെ പെരുമാറ്റം നന്നാകുന്നില്ലല്ലോ. ഒരു സാധാരണക്കാരനായതുകൊണ്ടല്ലേ ഇത്തരത്തിലൊരു പെരുമാറ്റം SIയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്ന ചോദ്യവും കോടതി ഉന്നയിച്ചല്ലോ. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അത്ര സുഖകരമായ ദിവസമായിരുന്നില്ല ഹൈക്കോടതിയിൽ ഉണ്ടായത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ച് മുൻപാകെയാണ് ഇന്ന് ഈ ഹർജി എത്തിയത്. ഹർജി എത്തിയപ്പോൾ തന്നെ ഹർജിക്കാരൻ ചൂണ്ടിക്കാണിച്ചത് തന്നോട് മോശമായി പെരുമാറി അധിക്ഷേപിച്ച SIക്ക് CI ആയി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുന്നു. ഈ പോലീസ് സംവിധാനത്തെ ശുദ്ധീകരിക്കുമെന്ന് പറയുമ്പോഴും ഇങ്ങനെയാണോ നിങ്ങൾ ശുദ്ധീകരിക്കുന്നത് എന്നും ഇന്ന് ഈ അഭിഭാഷകന് വേണ്ടി ഹാജരായ ആ വ്യക്തി ഇന്ന് കോടതി മുമ്പാകെ ചോദിക്കുകയുണ്ടായി. പക്ഷേ ഇന്ന് കോടതി രൂക്ഷമായ വിമർശനം അതിനുശേഷം ഇന്ന് നടത്തുകയുണ്ടായി. അത് ഇപ്രകാരമാണ്: 1965 മുതൽ പോലീസുകാരുടെ പെരുമാറ്റം നന്നാക്കാൻ എത്ര സർക്കുലർ
ഇറക്കി എന്ന് കോടതി ചോദിച്ചു. ഈ സർക്കുലറിൽ നിന്നും നിങ്ങളുടെ ഉദ്യോഗസ്ഥർ എന്താണ് പഠിച്ചത് എന്നും കോടതി ഇന്ന് ചോദിക്കുകയുണ്ടായി. ഓൺലൈനായി DGP ഹാജരായപ്പോൾ അദ്ദേഹത്തോടാണ് കോടതി ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. ഇത്തരം സംഭവങ്ങളെ നിങ്ങൾ എന്തുകൊണ്ട് ഗൗരവത്തോടെ കാണുന്നില്ല എന്നും DGPക്ക് നേർക്ക് ചോദ്യങ്ങളുണ്ടായി. അധികാരമുള്ള ഒരാൾക്ക് നേരെയാണ് ഇയാൾ ഇങ്ങനെ ഒരു പെരുമാറ്റം, അധികാരമുള്ള ഒരാൾക്ക് നേരെ ഈ SI ഇങ്ങനെ ഒരു പെരുമാറ്റം നടത്തുമോ എന്നൊരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്നും വന്നു. ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ സർക്കുലർ ഇറക്കി എന്ന് DGP ആവർത്തിച്ചപ്പോൾ ഇത് അവസാനത്തെ സർക്കുലർ ആയിരിക്കണം എന്ന് കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആലത്തൂരിലെ ഒരു സംഭവമായി കോടതി ഇതിനെ ചുരുക്കി കാണുന്നില്ല, നേരെ മറിച്ച് പോലീസുകാരുടെ പെരുമാറ്റ ദൂഷ്യത്തെക്കുറിച്ചാണ് കോടതി ഇന്ന് കൂടുതൽ പറഞ്ഞത്. എന്തായാലും ഈ അഭിഭാഷകൻ ഇന്ന് നേരിട്ട് ഈ പോലീസുകാരൻ ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരായി മാപ്പപേക്ഷ നടത്തിയെങ്കിലും കോടതി അത് ചെവിക്കൊണ്ടില്ല, അത് രേഖപ്പെടുത്തുന്നില്ല എന്നാണ് കോടതി പറഞ്ഞത്. ശേഷം ഇയാളെ കോടതിയിൽ നിന്നും പുറത്തു പോകുമ്പോൾ ഹൈക്കോടതി അഭിഭാഷകർ ഉപദ്രവിക്കുമോ എന്ന ഭയത്താൽ ഇയാൾക്ക് എസ്കോർട്ട് നൽകിയാണ് കോടതിയിൽ നിന്നും പുറത്തെത്തിക്കുക പോലും ചെയ്തത്. അത്ര കണ്ട് നാടകീയമായ രംഗങ്ങളാണ് ഈ വിഷയത്തിൽ നിന്ന് കോടതിയിൽ കാണാൻ സാധിച്ചത്. ശരി, ആലത്തൂരിൽ അഭിഭാഷകനെ SI അധിക്ഷേപിച്ച സംഭവത്തിൽ പോലീസ് മേധാവിയോട് കോടതിയുടെ ചോദ്യങ്ങൾ, അതേപോലെ ഈ വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. വിവരങ്ങൾ നൽകിയത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന്. തൃശൂരിലെ പെരിഞ്ഞനത്ത് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയെന്ന സംശയം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട 23 വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ഭക്ഷണം കഴിച്ചവർക്കാണ് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. നമ്മുടെ ഇവിടെ 23 കുട്ടികളാണ് രാവിലെ ട്രീറ്റ്മെൻറ്റായിട്ട് വന്നിട്ടുണ്ടായത്, വയറിളക്കവും ഛർദിലുമായിട്ട്. അതിലിപ്പോൾ 5 പേര് ഒബ്സർവേഷനിലുണ്ട്, ബാക്കിയുള്ളവർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് പോയി. പിന്നെ ഈ പെരിഞ്ഞനം പ്രദേശത്തുള്ള ആൾക്കാരെ ഇവിടെ വന്നിട്ടുള്ളത്, പിന്നെ കൊടുങ്ങല്ലൂരും ബാക്കി പ്രൈവറ്റ് ആശുപത്രിയിലും പോയിട്ടുണ്ടെന്നാണ് അറിവ് കിട്ടിയത്. ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ വരും, സ്കൂളിൻ്റെ വാട്ടർ സാമ്പിളും കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ കാറ്ററിംഗ് സർവീസ് ബിരിയാണി ഏൽപ്പിച്ചു എന്ന് പറയുന്ന അവരുടെ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് അയക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് ചേരുന്നത്. സൂരജ്, ഈ ആശുപത്രിയിൽ തന്നെ 23 കുട്ടികൾ ഒരുമിച്ച് ഒരേ ഭക്ഷണം കഴിച്ചവരെത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭക്ഷ്യവിഷബാധ എന്ന സംശയം ഉറപ്പാക്കുന്നതല്ലേ? അതുപോലെ തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തും. ഈ ഭക്ഷണം തയ്യാറാക്കിയവരിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ചുള്ള പരിശോധനയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. അതൊക്കെ എപ്പോഴാണ് നടക്കുക? ക്രിസ്ത്യൻ, എന്തായാലും ഭക്ഷ്യവിഷബാധ എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് നിലവിലുള്ളത്. ഈ പെരിഞ്ഞനം RMVHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ഈ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നെല്ലാം ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കുന്നത്. 23 പേരാണ് ഈ കുറ്റിലക്കടവ് ആശുപത്രിയിൽ മാത്രം ചികിത്സ തേടിയത് എന്നുള്ളതാണ് പറയുന്നത്. അവരുടെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 5 പേർ ഇപ്പോഴും ഈ ഒബ്സർവേഷനിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രയപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറിയൊരു സൽക്കാരം സ്കൂളിൽ നടക്കുകയുണ്ടായിരുന്നു. പുറത്തുനിന്ന് ഒരു സ്ഥാപനത്തിൽ നിന്ന് എത്തിച്ച ബിരിയാണിയായിരുന്നു അന്ന് അവിടെ വിളമ്പിയത്. ഈ ബിരിയാണിയിൽ നിന്നായിരിക്കാം ഭക്ഷ്യവിഷബാധ ഏറ്റത് എന്നൊരു നിഗമനമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ അന്ന് അവിടെ ഐസ്ക്രീമും പപ്സും അടക്കം വിതരണം ചെയ്തിരുന്നു. അതിന്റെ എല്ലാം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടൊരു പരിശോധന നടത്താനാണ് നിലവിൽ ആരോഗ്യ വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ബിരിയാണി വിതരണം ചെയ്ത സ്ഥാപനത്തിൽ എത്തുകയും അവിടെ നിന്ന് ആരോഗ്യ വിഭാഗം ഇതിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് ക്രിസ്റ്റീന. ശരി, തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. വാർത്തകൾ തുടരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ അമിത വേഗതയിലെത്തിയ സ്വകാര്യ ബസ് കാൽനട യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. ഒഡീഷ സ്വദേശി അംബ്രു മജ്ഹയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. മറ്റൊരു ബസിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുന്നു മലപ്പുറത്ത് നിന്ന്. അരുൺ, വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിലേക്ക് പോവുകയായിരുന്നു ഈ ശാസ്ത ബസ്. വളാഞ്ചേരി കോഴിക്കോട് റൂട്ടിലെത്തിയപ്പോൾ മറ്റൊരു സ്വകാര്യ ബസ്സിനെ അമിത വേഗതയിൽ ഈ പ്രദേശത്ത് സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗത പതിവാണ്. ഈ സമയത്ത് മറ്റൊരു സ്വകാര്യ ബസ്സിനെ അമിത വേഗതയിൽ മറികടക്കുന്നതിനിടയിൽ സമീപത്തെ ബാറിലെ ജീവനക്കാരായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളി ആ റോഡിലൂടെ വരികയായിരുന്നു. ആ സമയത്താണ് വലിയ ഒരു അപകടമാണ് ഉണ്ടായത്. ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ട് ഈ ബസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ വളാഞ്ചേരി നടക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രിസ്റ്റീന, ശരി, അരുൺ പാറക്കലാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം മഞ്ചേരിയിൽ വ്യാപാര സ്ഥാപനത്തിന്റെ ലിഫ്റ്റ് തകർന്നു വീണ് 4 പേർക്ക് പരിക്ക്. സ്ഥാപനത്തിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്ന ലിഫ്റ്റ് ആണ് തകർന്നു വീണത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിലും 3 പേരെ മഞ്ചേരിയിലെ ആശുപത്രികളിലും പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. സമീർ, ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ?
ക്രിസ്റ്റീന, നിലവിൽ ഒരാൾക്ക് മാത്രമാണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. മറ്റുള്ള 3 പേർക്കും നിസ്സാര പരിക്കാണ് ഏറ്റിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് 1 മണിയോട് കൂടിയാണ് മഞ്ചേരിയിൽ ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. മഞ്ചേരിയിലെ ഇലക്ട്രിക് ഇലക്ട്രിക് ഉപകരണങ്ങൾ വിൽക്കുന്ന ഒരു ഇരുനില കെട്ടിടത്തിലെ ലിഫ്റ്റാണ് തകർന്നു വീണത്. ഈ സ്ഥാപനത്തിലെ ഉപകരണങ്ങൾ കൊണ്ടുപോകുന്ന ലിഫ്റ്റാണത്. അതിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് ആഷിഖ്, മുഹമ്മദ്, ജോസഫ്, സൂരജ് എന്നീ 4 പേരാണ് ഉണ്ടായിരുന്നത്. 2 വാങ്ങാൻ വന്ന ആളുകളും മറ്റു 2 പേർ ജീവനക്കാരുമായിരുന്നു. ഇതിൽ ലിഫ്റ്റ് തകർന്ന് വീഴുകയായിരുന്നു. ഇതിൽ ഒരാളുടെ കാലിന് ഗുരുതരമായി പരിക്കേൽക്കുകയും മറ്റു 3 പേരെ നിസ്സാര പരിക്കുമാണ് ഉണ്ടായത്. ഇവരെ മഞ്ചേരിയിലൊപ്പം തന്നെ പെരിന്തൽമണ്ണയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശരി, വിവരങ്ങൾ നൽകിയത് സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന്. തൃശൂർ ചാലക്കുടിയിൽ വഴിത്തർക്കത്തിനിടെ മധ്യവയസ്കന് വെട്ടേറ്റു. ഗീതാഞ്ജലിയിൽ രാജേഷിനാണ് വെട്ടേറ്റത്. പ്രദേശവാസിയായ CL ആൻഡ്രോയാണ് രാജേഷിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു വണ്ടി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ റോഡ് മുനിസിപ്പാലിറ്റി റോഡാണ്. കുറേ ആളുകൾ വന്നിട്ട് ഈ റോഡിൽ അയാളോട് വണ്ടി മാറ്റാൻ അഭ്യർത്ഥിച്ചിട്ടും അയാൾ യാതൊരു കാരണവശാലും മാറ്റാൻ തയ്യാറാകത്തുണ്ട്. ഇവിടെ ആളുകൾ കൂടുകയും പോലീസ് വരികയും ചെയ്തത്. പോലീസ് കൃത്യമായിട്ടൊരു രീതിയിൽ പറഞ്ഞിട്ടും അയാൾ മാറ്റാണ്ട് വന്നപ്പോൾ നാട്ടുകാർ ഇടപെട്ട് മാറ്റാൻ ശ്രമിക്കുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇവിടെ ഈ വിഷയങ്ങളുണ്ടായത്. ആ പോലീസ് വരുമ്പോൾ ഇയാൾ വെട്ടോത്തി പിടിച്ച് നിൽക്കുന്ന ആളെ വെട്ടോത്തി പോലും മാറ്റിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഈ CL ആൻഡ്രു എന്ന് പറഞ്ഞ ആൾ വെട്ടോത്തി കൊണ്ടുവരികയും ആ വെട്ടോത്തി ഉപയോഗിച്ച് ഈ രാജേഷിൻ്റെ ഭാര്യയെ വെട്ടോത്തി ഉപയോഗിച്ച് മാത്രമല്ല അവരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ രാജേഷ് തടുക്കാൻ ശ്രമിച്ചു. ആ തടുക്കാൻ ശ്രമിച്ചപ്പോൾ രാജേഷിന് വെട്ടുകൊണ്ടു. അങ്ങനെ രാജേഷ് ആശുപത്രിയിലാണ്. എൻ്റെ മേത്തൊക്കെ ചോര വന്നിട്ടുണ്ട്. വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നത് വീണ്ടും സൂരജ് സജിയാണ്. സൂരജ്, എന്തായിരുന്നു ഈ തർക്കം? ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരം? ക്രിസ്റ്റിന, ഈ ഇറിഗേഷൻ ക്വാർട്ടേഴ്സ് റോഡിന്റെ ടാറിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ടാറിംഗ് ജോലികൾക്കായി തൊഴിലാളികളടക്കം ഈ മേഖലയിൽ എത്തിയിരുന്നു. അവർ ടാറിംഗ് തുടങ്ങുന്ന സമയത്ത് ഈ ആൻഡോ അവിടെ എത്തുകയും ടാറിംഗ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ തന്നെ ഒരു കാർ ഈ റോട്ടിൽ കൊണ്ടുചെന്ന് ഇടുകയുമായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഈ കാർ അവിടെ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. തുടർന്ന് ഇന്ന് രാവിലെ രാജേഷും അതുപോലെ തന്നെ രാജേഷിന്റെ സുഹൃത്തുക്കളും അവിടെ എത്തുകയും ഈ കാർ മാറ്റണം എന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കാരണം രാജേഷിന് ഈ റോഡിന് സമീപത്ത് തന്നെ മറ്റൊരു ഗോഡൌൺ ഉണ്ട്. അങ്ങോട്ടേക്ക് ലോഡുമായി എത്തിയ വാഹനങ്ങളടക്കം ഈ കാർ കുറുകെ കടന്നതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് എത്താൻ കഴിയാതെ വഴിയിൽ കാത്തു കിടക്കുകയായിരുന്നു. തുടർന്ന് രാജേഷും സുഹൃത്തുക്കളും അവിടെ എത്തുന്നു. ഈ വാഹനം മാറ്റാൻ ആവശ്യപ്പെടുന്നു. ഈ സമയം രാജേഷിന്റെ ഭാര്യയും ഒപ്പമുണ്ടായിരുന്നു. ഭാര്യയെ വെട്ടുകത്തി ഉപയോഗിച്ചുകൊണ്ട് ഈ ആൻഡോ വെട്ടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ രാജേഷിന് വെട്ടേൽക്കുന്നത്. 3 തവണ അദ്ദേഹത്തിന് വെട്ടേറ്റു. തുടർന്ന് ഇദ്ദേഹത്തെ ഈ ആശുപത്രിയിലേക്ക് മാറ്റി. തുടർന്ന് പോലീസ് അവിടെ എത്തുന്ന സമയത്തും ഈ ആൻഡോ വാക്കത്തിയുമായി ആളുകൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് ഈ വാഹനം അവിടെ നിന്ന് മാറ്റി. പോലീസ് കേസെടുത്തതോടുകൂടി ഇപ്പോൾ ആൻഡോയും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. ക്രിസ്റ്റീന, ശരി, തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെ വെറുതെ വിട്ട സംഭവത്തിൽ 1-ാം പ്രതി സംസ്ഥാന സർക്കാരാണെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. പാർട്ടിക്കാരനായതിനാൽ പ്രതിയെ പോലീസ് വഴിവിട്ട് സഹായിച്ചെന്ന് വിമർശനം. അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയോ എന്നത് പരിശോധിക്കുകയാണെന്നും തെറ്റ് കണ്ടെത്തിയാൽ കർശന നടപടിയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ, ഈ കേസിൽ രാഷ്ട്രീയമായ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പ്രതി പാർട്ടിക്കാരനായതിനാലാണ് അയാളെ വെറുതെ വിട്ടത് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ അത് നിയമസഭയിലും എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മറുപടി എന്താണ്? ക്രിസ്റ്റീന, 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചു കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ പ്രതിയെ വെറുതെ വിട്ടത് പോലീസിന്റെയും പ്രോസിക്യൂഷന്റെയും വീഴ്ചയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോഴാണ് പോലീസ് കൊലപാതകവും പീഡനവും FIR-ൽ ചേർത്തതെന്നും പ്രോസിക്യൂഷൻ മുഴുവനായി പ്രതിഭാഗത്തിന്റെ ഭാഗമായി മാറിയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ സണ്ണി ജോസഫ് ആരോപിച്ചു. കൂടാതെ തൊണ്ടിമുതലുകൾ ശേഖരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്നും ഭരണകക്ഷി അംഗമായ പ്രതിയെ സഹായിച്ചുവെന്നും കുറ്റപ്പെടുത്തലുണ്ടായി. എന്നാൽ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയെങ്കിൽ കർശന നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടി നൽകി. പിന്നാലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. വിധി വന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും ഒരു നടപടിയും വീഴ്ച വരുത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ എടുത്തില്ല. പാർട്ടിക്കാർ എന്ത് ഹീനകൃത്യം ചെയ്താലും സർക്കാർ സംരക്ഷിക്കുകയാണെന്നും വണ്ടിപ്പെരിയാർ കേസ് പുനരന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയത്തിൽ 1-ാം പ്രതി സർക്കാരാണെന്നും പ്രതിപക്ഷം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വാരിക്കുന്തവുമായി പ്രതിയെ സംരക്ഷിക്കുകയാണ് CPM ചെയ്തതെന്നും 1-ാമത്തെ ദിവസം മുതൽ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുവെന്നും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തലുണ്ടായി. ഒടുവിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ക്രിസ്റ്റീന, ശരി, വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് ഷഫീദ് റാവുത്തറാണ്.
കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് ജയിക്കാനാണ് എല്ലാവരെയും ജയിലിലടയ്ക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതുകൊണ്ടാണ് മഹുവ മൊയ്ത്ര എംപിയെ പുറത്താക്കിയത്. മഹുവ അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിച്ചു വരും. തന്നെ ജയിലിലടച്ചാലും താൻ പുറത്തുവരുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കി. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് മമതയുടെ പുതിയ ആരോപണങ്ങൾ? ക്രിസ്റ്റീന, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ പരാമർശിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത്. മമതാ ബാനർജി ഇപ്പോൾ വടക്കൻ ബംഗാളിലെ പ്രചരണ പരിപാടിയിലാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തു നിന്നുള്ള നേതാക്കളെ ജയിലിലടയ്ക്കാനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ള വിമർശനമാണ് മമതാ ബാനർജി ഉന്നയിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പായി എല്ലാ പ്രതിപക്ഷ നേതാക്കളെയും ജയിലിലടയ്ക്കാനാണ് ശ്രമം നടക്കുന്നത്. തന്നെ ജയിലിലടച്ചാലും താൻ പുറത്തു വരുമെന്നും മമതാ ബാനർജി പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ടാണ് മഹുവ മൊയ്ത്രയെ പാർലമെന്റിൽ നിന്നും പുറത്താക്കിയതെന്നും എന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മഹുവ വീണ്ടും ജയിച്ചു വരുമെന്നും മമതാ ബാനർജി വ്യക്തമാക്കി. മഹുവ മൊയ്ത്രയെ പിന്തുണച്ചുകൊണ്ട് ആദ്യമായാണ് മമതാ ബാനർജി ഇത്രയും ശക്തമായ ഭാഷയിലുള്ള പ്രതികരണം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഹേമന്ത് സോറനെതിരായ നടപടി ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ടാണ് മമതാ ബാനർജി കേന്ദ്രത്തിനെതിരെ ഇത്തരത്തിൽ കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. തൃശൂർ മതിലകത്ത് അനധികൃതമായ മദ്യവിൽപ്പന നടത്തിയ യുവാവ് അറസ്റ്റിൽ. പൂവത്തുംകടവ് സ്വദേശി ഷമീദിനെ എക്സൈസ് സംഘമാണ് പിടികൂടിയത്. വീടിന് പിന്നിലെ രഹസ്യ അറയിൽ നിന്ന് 103 മദ്യക്കുപ്പികളാണ് കണ്ടെത്തിയത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജി ആണ്. സൂരജ്, എന്തായിരുന്നു സംഭവം? ക്രിസ്റ്റിന, ഇന്ന് ഡ്രൈഡേ ആണ്. ഈ ഡ്രൈഡേ ലക്ഷ്യമിട്ട് ഈ സൂക്ഷിച്ചിരുന്ന മദ്യമാണ്, അതായത് ഈ ഡ്രൈഡേ വിറ്റഴിക്കുന്നതിന് വേണ്ടി സൂക്ഷിച്ചിരുന്ന മദ്യമാണ് പിടികൂടിയത്. ഇത്തരത്തിൽ ഇവിടെ വില കൂട്ടി അനധികൃതമായി മദ്യം വിൽക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീട്ടിലൊരു പരിശോധന എക്സൈസ് നടത്തുന്നത്. തുടർന്ന് ഇദ്ദേഹം പിടിയിലാവുകയായിരുന്നു. മതിലകം സ്വദേശി പൂവത്തുംകടവ് ഷമീദിനെയാണ് നിലവിൽ എക്സൈസ് പിടിച്ചിരിക്കുന്നത്. എക്സൈസ് പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്രകാരമാണ്: വീടിന് പുറകിൽ ഒരു രഹസ്യ അറ ഉണ്ടാക്കിയ ശേഷം അവിടെ മദ്യം സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കാരണം എക്സൈസ് റെയ്ഡ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടായേക്കാം എന്ന മുൻകരുതലോട് കൂടിയാണ് ഇത്തരത്തിൽ വീടിന്റെ പുറകിൽ തന്നെ ഒരു രഹസ്യ അറ ഉണ്ടാക്കി അവിടെ മദ്യം സൂക്ഷിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ സൂക്ഷിച്ച 103 കുപ്പി മദ്യമാണ് നിലവിൽ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് എക്സൈസ് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല വിമാനത്താവളം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ഉറപ്പ്. കൊല്ലം പറവൂരിൽ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയെന്ന് മുഖ്യമന്ത്രി. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് വേണ്ടി ഫണ്ട് വിനിയോഗിക്കുന്നത്. അത് നമ്മുടെ കേരളത്തിലാണ് എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ്. അതൊരു ക്രെഡിറ്റ് ആയിട്ടല്ല പറയുന്നത്. ഒരു നിവർത്തികേട് കൊണ്ട് ഒരു പദ്ധതി, ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകാൻ വേണ്ടി സർക്കാർ ചെയ്തതാണ്. സർ, ഔട്ടർ റിംഗ് റോഡ് പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാനത്തിന് 1600 കോടിയിലധികം രൂപയുടെ ബാധ്യതയാണ് കണക്കാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ എന്ത് സമീപനമാണെങ്കിലും പരമാവധി പദ്ധതികൾ ലഭ്യമാകാനും അത് യാഥാർത്ഥ്യമാക്കുവാനുമുള്ള ഇടപെടലാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി അഖിൽ ഷാ അൻസാറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ ഷാ, സഭയിലെ ചോദ്യങ്ങൾക്കുള്ള ഈ മറുപടികൾ എപ്രകാരമായിരുന്നു? ഏറ്റവും പ്രധാനമായിട്ടും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ ഉന്നയിച്ചൊരു കാര്യം ഈ ശബരിമല വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ശബരിമല വിമാനത്താവളം എന്നുള്ളൊരു കാര്യം മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറയുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ക്ലിയറൻസ് അപേക്ഷ പരിഗണനയിലാണ്. അപ്പം ഇതിന്റെ സാമൂഹിക ആഘാത പഠനത്തിന് 7 അംഗ സമിതിയെ നിയോഗിച്ചിരുന്നു. ആ സമിതി നിലവിൽ റിപ്പോർട്ടും സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള, അതായത് DPR തയ്യാറാക്കുന്നതിനുള്ള ഏജൻസിയെ കണ്ടെത്താനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ ഇതുമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സമയബന്ധിതമായി തന്നെ ഈ പദ്ധതി പൂർത്തിയാക്കുമെന്നുള്ളൊരു ഉറപ്പ് മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ പറയുകയുണ്ടായി. വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ സമീപനമാണ് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളൊരു കാര്യവും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ടുള്ള അനീഷയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. കൊല്ലം ക്രൈംബ്രാഞ്ച് ഇക്കാര്യത്തിൽ
ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഊർജിതമായ ഒരു അന്വേഷണം നടന്നു വരുന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പം ഇത്തരത്തിൽ ഈ മരണത്തിൽ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ ആരോപണങ്ങളിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തി വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു. വകുപ്പ് തല അന്വേഷണം നടത്തുന്നതിന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നൊരു കാര്യവും മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കി. ഒപ്പം മറ്റൊരു കാര്യം ഈ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉന്നയിച്ചൊരു കാര്യമാണ്. അതായത് ഔട്ടർ റിംഗ് റോഡ് പദ്ധതി, അത് ഏതാണ്ട് അതിന്റെ സ്ഥലമെടുപ്പ് ഉൾപ്പെടെ അവസാന ഘട്ടത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട് 1600 കോടിയോളം രൂപയുടെ ബാധ്യത സർക്കാരിനുണ്ടാവും. പക്ഷേ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതൊക്കെ തരണം ചെയ്ത് ഈ പദ്ധതി നടപ്പിലാക്കും എന്നുള്ള കാര്യം മന്ത്രി PA മുഹമ്മദ് റിയാസും വ്യക്തമാക്കി. ശരി, അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട് സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയും കമ്പനി സിഇഒയുമായ വസീം പിടിയിൽ. മലപ്പുറം തലപ്പാറയിൽ നിന്ന് തിരൂരങ്ങാടി പോലീസാണ് വസീമിനെ അറസ്റ്റ് ചെയ്തത്. വസീമിനെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. പ്രതിക്കായി കോഴിക്കോട് നടക്കാവ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. കസ്റ്റഡിയിലെടുത്തത് ഇന്നലെ രാത്രിയോടുകൂടിയാണ്. ഇന്ന് രാവിലെ നമ്മൾ ചോദ്യങ്ങൾ ചെയ്തു, കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. പുള്ളി കാര്യങ്ങളൊക്കെ സമ്മതിച്ചു. ഇന്ന് രാവിലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പുള്ളി ഗൾഫിലായിരുന്നു. അപ്പം നാട്ടിലെത്തി കുറച്ച് ദിവസമായിട്ട് പോലീസിന് പിടിതരാതെ ഒളിവിലായിട്ട് കഴിഞ്ഞായിരുന്നു. കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ FIR എടുത്തു. പ്രതി അന്വേഷിച്ച് വരികയായിരുന്നു. നടക്കാവ് പോലീസ് സ്റ്റേഷൻ, കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ നിലവിൽ 10 FIR ഉണ്ട്. കേരളത്തിൽ മറ്റ് പല സ്റ്റേഷനിലായിട്ട് നിരവധി കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി ചേരുന്നത് രാഹുൽ സുരേഷാണ്. രാഹുൽ, ഈ സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയും കമ്പനി സിഇഒയുമായ വസീം പിടിയിലായിരിക്കുന്നു. ഏത് രീതിയിലായിരിക്കും ഇനി കേസ് മുന്നോട്ട് പോകുക? മറ്റു പലർക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. രാഹുൽ തന്നെ തുടക്കം മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കേസാണല്ലോ ഇത്. ക്രിസ്റ്റീന, ഇന്നലെ രാത്രി മലപ്പുറം തലപ്പാറയിൽ നിന്നാണ് വസീം തൊണ്ടേക്കോടൻ പോലീസ് പിടിയിലാവുന്നത്. വാക്കുതർക്കവുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്യുന്നതിനിടെയാണ് സ്വിസ് ബാങ്കിൽ തട്ടിപ്പിലെ ഒന്നാം പ്രതിയാണെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. തുടർന്ന് നിക്ഷേപകരുടെ പരാതിയുള്ള കോട്ടയ്ക്കൽ പോലീസിന് കൈമാറുകയും ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഈ സമയത്ത് നടക്കാവ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കോട്ടയ്ക്കൽ CI നമ്മളോട് പറഞ്ഞതനുസരിച്ച് പ്രതി നിലവിൽ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഈ പരാതിയുമായി പരാതിക്കാർ രംഗത്തെത്തിയതോടെ പ്രതി ഒമാനിലേക്ക് കടന്നിരുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തുകയും ചെയ്യുന്നത്. ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടക്കാവ് പോലീസ് വസീമിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ CI പറയുന്നതനുസരിച്ചാണെങ്കിൽ പ്രതി പോലീസിന് പിടി നൽകാതെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി മറ്റൊരു കേസിൽ പെടുകയും പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. സ്വിസ് ബാങ്ക് തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി പിടിയിലായി. വിവരങ്ങൾ നൽകിയത് രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന്.